പ്രിയപ്പെട്ടവരെ, ശമ്പള പരിഷ്കരണ കരാറിൽ ഒപ്പിടാത്ത സ്വകാര്യ ആശുപത്രികളിൽ സമരം ഘടിപ്പിക്കുകയാണ് നഴ്സുമാർ. മിനിമം വേതനം 40,000 രൂപയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നഴ്സുമാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നു. സമരത്തിനിറങ്ങിയ നഴ്സുമാരെ തടഞ്ഞുവെന്നും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം. നിന്നോട് എന്റെ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ UNA-യുടെ നേതൃത്വത്തിൽ ധർണ നടക്കുന്നുണ്ട്. അത്യാഹിത വിഭാഗങ്ങളുടെ മുന്നിൽ ഒരു സ്റ്റാഫിനെ നിലനിർത്തി ബാക്കിയുള്ളവർ പ്രതിഷേധത്തിന് ഇറങ്ങാനാണ് നിർദ്ദേശം. കണ്ണൂർ BM ആശുപത്രിയിലും നഴ്സുമാർ പണിമുടക്കിലാണ്. വിവിധ ആശുപത്രികളിലെ മാനേജ്മെന്റുകളുമായി ഇന്ന് ചർച്ച നടക്കും. അഭിജിത്ത് മുഴക്കുന്നും അഖിൽ കെയും ചേരുന്നു. ആദ്യം അഭിജിത്ത്, ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഉള്ളത്. അഖിൽ ഉള്ളത് കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിയിലാണ്. അഭിജിത്ത്, അഖിൽ, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇപ്പോൾ എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകുന്നത്? നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ബേബിയിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നോ? ഈ സമരക്കാരെ കയ്യേറ്റം ചെയ്യാൻ ചില ശ്രമിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് കോഴിക്കോട്? അഭിജിത്ത്. അരുൺ, എനിക്ക് പുറകിൽ കാണുന്നതെല്ലാം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ നഴ്സുമാരാണ്. ഇവർ വലിയ പ്രതിഷേധത്തിലാണ്. ആശുപത്രിക്ക് മുൻവശത്ത് നിന്ന് ഇവർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. ഇതിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതിൽ ഒരു വിഭാഗം നഴ്സുമാരെ സമരത്തിനിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ തടഞ്ഞുവെന്നും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ചിലരെ പിരിച്ചുവിടാനുള്ള ശ്രമം ഉണ്ടായി, അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തൽ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഇന്നിപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഇന്നിവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സമരത്തിൽ നിന്ന് 25 പിള്ളേരെ, പുതിയതായി ജോയിൻ ചെയ്ത് 25 പിള്ളേരെ ക്ലാസ് ഉണ്ട് എന്ന് ധരിപ്പിക്കുകയും അവരെ സെമിനാർ ഹാൾ എന്ന് പറയുന്ന ഹാളിലോട്ടേക്ക് മാറ്റി നിർത്തുകയും അവരെ സമരത്തിന് വിടാൻ സമ്മതിക്കാതെ ഡ്യൂട്ടി എടുക്കണമെന്ന് അവരെ വാശി പിടിച്ച് നിർബന്ധിക്കുകയായിരുന്നു. അതിന് ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ UNA എക്സിക്യൂട്ടീവ്സിന്റെ മേലേക്കും അധികാരികൾ കയ്യാങ്കളിക്കും മുതിർന്നതിന്റെയും ദൃശ്യങ്ങൾ ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഞങ്ങളെ കമ്പയർ ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിലെ തൂപ്പുകാരെ കൊണ്ടാണ് നഴ്സുമാരെ കമ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധമായി ഞങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് വെച്ച് ഞങ്ങൾ പേടിച്ച് പുറകോട്ടില്ല. ഒരു സ്ലീപ്പറുമായിട്ടാണ് ഞങ്ങൾ 24,000 രൂപയാണ് ഇവിടെ ഒരു സ്ലീപ്പർക്ക് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ ജൂനിയേഴ്സിന് വെറും 15,000 രൂപയായിട്ടാണ് അവർ ഞങ്ങൾ താരതമ്യം ചെയ്തത്. 5 വർഷം 4 വർഷം 5 വർഷം പഠിച്ചിറങ്ങി ലോണുകളുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ആ പൈസയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ജോലി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇത് വീട്ടാൻ വേണ്ടിയിട്ട്. ഇവർ ഞങ്ങൾക്ക് ഒരു തുച്ഛമായ 40,000 രൂപ തരാൻ പറ്റില്ല. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അരുൺ, അതുപോലെ തന്നെയാണ് ഇവരുടെ ആവശ്യം അംഗീകരിക്കുന്ന ആ കരാറിലേക്ക് എത്തുന്ന മാനേജ്മെന്റുകൾക്കെതിരെയുള്ള പ്രതിഷേധം അവസാനിപ്പിക്കുമെന്ന് ഇവർ പറഞ്ഞതാണ്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഈ ശമ്പളം കൂടുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇന്നിപ്പോ ഇവിടെ എന്താ ഉണ്ടായ? ഇന്നിപ്പോൾ ഞങ്ങൾ കൂടെയുള്ള ന്യൂ ജോയിൻസിനെ ഇവിടെ പൂട്ടിയിടുക ഉണ്ടായി. അത് അവരെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ് വന്നിട്ട് സമരത്തെ കായികമായി നേരിടാൻ തീരുമാനിച്ചോ? അത് ഈ സംഘടന എന്തായാലും അനുവദിച്ചു കൊടുക്കുന്ന മട്ടില്ല. ഞാൻ വരാം അഭിജിത്ത്. അഖിലിലേക്ക് കൂടി ഒന്ന് പോകുന്നു. അഖിൽ ഇപ്പോൾ കോട്ടയത്തുണ്ട്. അഖിൽ, കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിയിലെ നഴ്സുമാരും ഇപ്പോൾ പണിമുടക്കുകയാണോ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്കറിയാം, ഏകദേശം 1000-ലധികം വരുന്ന നഴ്സുമാരാണ് ഇത്തരത്തിൽ ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുൻപിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ തുടങ്ങിയതാണ്. നല്ല വെയിലുമുണ്ട്. പക്ഷേ വെയിലും ഒന്നും തന്നെ ഇവരെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമല്ല എന്നുള്ളതിനാണ്. കാരണം ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിഷേധം അത് തന്നെയാണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ ഇപ്പോൾ ഇത് തീരുന്നവരെ, അതായത് മാനേജ്മെന്റ് അംഗീകരിക്കുന്നവരെ സമരം മുന്നോട്ട് പോകല്ല ഇവിടെ തീരുമാനം. മാനേജ്മെന്റ് അംഗീകരിക്കുന്നവരെ വരെ നമ്മൾ ഈ സമരം മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. കാരണം 20 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം നമ്മൾക്ക് ഇപ്പോഴത്തെ വില വിവരമാണെങ്കിൽ പോലും എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അടിസ്ഥാന ശമ്പളം 40,000 രൂപ അല്ലെങ്കിൽ ദിവസക്കൂലി 1333 രൂപ എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അത് മാനേജ്മെന്റ് അറിഞ്ഞ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. നമ്മൾ പ്രതിഷേധം സമഗ്രമായി തന്നെ കവർ ചെയ്യും നമ്മൾ വരുന്ന ആ ബുള്ളറ്റിനുകളിലും.
പ്രിയ പ്രേക്ഷകർ, ഇപ്പോൾ വരുന്ന വാർത്ത, കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിൽ വിധി അല്പസമയത്തിനുള്ളിൽ എത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേസ് ഇപ്പോൾ പരിഗണിക്കുകയാണ്. വിധി വരുന്ന നിമിഷം തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേസ് ഇപ്പോൾ പരിഗണിക്കുകയാണ്. ഇതടക്കം